നിങ്ങളാണ് എത്രയോ തവണ പേരൊക്കെ എഴുതി വെച്ച് ഓർക്കുന്നുണ്ടോ? ആ ബ്ലഡ് എടുക്കണം. നിങ്ങൾ നല്ലോണം ബ്ലഡ് വന്നുകൊണ്ടോ? രണ്ടാമത് കുത്തിയപ്പോഴാണ് കൂടുതൽ ബ്ലഡ് വന്നത്. സിസ്റ്റർ ഇപ്പം എത്ര നേരമായി ബ്ലഡ് എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭാഗത്തേക്ക്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പം വ്യത്യാസം? ഇല്ല. പിന്നെ അകത്ത് പടയ്ക്കുന്ന വേദന ഇല്ല, പൾസേറ്റിംഗ് പെയിൻ ഇല്ല. പിന്നെ അതല്ലാണ്ട് നിങ്ങൾക്ക് നാളെ അറിയത്തുള്ളൂ അല്ലേ വേറെ വ്യത്യാസം ഉണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാവിലെ എഴുന്നേറ്റ് എത്ര നിങ്ങൾ നടക്കുന്നു, ചട്ടി ആണോ ഇല്ലാതെ നടക്കുന്നു. പിന്നെ എത്ര നേരം നിങ്ങൾ നിൽക്കുന്നു വേദന ഇല്ലാതെ, അതല്ലേ അറിയേണ്ടത്. ഇതിൽ അഗ്നികർമ്മം എന്ന് പറയുന്ന അടുത്തൊരു സ്റ്റെപ്പ് ഇതിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി കൂടെ നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. അത് ചെയ്യാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് വേണ്ട, അത്രയും തന്നെ ഇല്ല. പെട്ടെന്ന് അത് അവിടെ ചെയ്യാം, ഇവിടെ വരണമെന്നില്ല. എനിക്ക് അവിടെ സമയം കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പൈസ ഇടപാടും ഇല്ല, എനിക്ക് അവിടെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ചെയ്തത്, അല്ല പിന്നെ നടക്കത്തില്ല. അപ്പം നിങ്ങളിപ്പോൾ എത്ര നാളായിട്ടാണ് ഈ കഴിക്കുന്ന മരുന്നെല്ലാം കൂടെ? ഇത്ര 3 അന്നേ ഡോക്ടറെ 8:08 ഡിസൈഡ് ചെയ്ത ശൃംഗം ചെയ്യണമെന്ന്. ഇപ്പോഴാണ് സമയം ഒത്തു വരുന്നത്. സിസ്റ്റർ, മരുന്നിന് നിങ്ങൾക്ക് ഒട്ടും കുറവില്ലെന്നാണോ തൃപ്തികരമില്ലാത്ത കുറവാണെന്നോ പറഞ്ഞത്? ഇത്രയും നാൾ മരുന്ന് കഴിച്ചിട്ട് എത്ര നാൾ കുറവ് നിലനിൽക്കും നിങ്ങൾക്ക്? ഇല്ല, റാൻഡം, പ്രത്യേകിച്ച് ഒരു ചിട്ടയില്ല അതിൽ. അപ്പൊ വി ഹാവ് ടു സീ ഹൗ ലോങ് ദ എഫക്ട് സസ്റ്റെയിൻസ്. അത് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പറയാൻ പറ്റും. തയ്യൽ മെഷീനിൽ അതെ അങ്ങനെ ഇങ്ങനെ സ്റ്റക്ക് ആയിരിക്കുന്നതല്ലേ. ഇനിയിപ്പോ അടുത്ത ദിവസങ്ങൾ അറിയാം സിസ്റ്ററെ വ്യത്യാസം എങ്ങനെയാന്ന്. ഇപ്പം ചെയ്തത് മാത്രം സുഖമുണ്ടോ? ചെയ്തത് മാത്രമുള്ള സുഖമുണ്ടോ വേദനയുടെ കാര്യത്തിൽ? അല്ലേ? കാല് നേരത്തെ കൂടുതൽ കുത്താൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ അവിടെ നടന്നു വന്നപ്പോഴേക്കും അത്രയ്ക്ക് വ്യത്യാസമൊന്നും തോന്നുന്നില്ല, വേദന ഒന്നും ഇല്ല. ഇല്ല. മറ്റേ നടക്കുമ്പോ വേദന ഉണ്ടായിരുന്നോ? നടക്കുമ്പോ നമ്മളിപ്പോ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് എണീക്കുവാണെങ്കിൽ